ൂരിലെ അഞ്ജന സതീഷിന്റെ മരണത്തിൽ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്ന് കേരള വേടർ സമാജം. നിഹാസ് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് അഞ്ജനയെ 7 മാസമായി കൂടെ താമസിപ്പിച്ചിരുന്നതായാണ് ആരോപണം. നിരന്തരമായ മാനസിക ശാരീരിക പീഡനം ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അഞ്ജനയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്താണ് നിലവിലെ സാഹചര്യം? ആയൂരിലുള്ള അഞ്ജന സതീഷിന്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യവുമായി കേരള വേടർ സമാജം പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. നിഹാസ് എന്ന യുവാവിനൊപ്പമാണ് ഈ അഞ്ജന കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും താമസിച്ചു വന്നിരുന്നത്. അതായത് ഈ കാരാളിക്കുണത്താണ് നിഹാസിന്റെ വീട്. ഈ വീട്ടിലാണ് അഞ്ജന കുറെ കാലമായി താമസിച്ചു വന്നിരുന്നത്. അതേസമയം തന്നെ വേടർ സമാജം ആരോപിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി അഞ്ജനയെ 7 മാസമായി കൂടെ താമസിപ്പിച്ചിരുന്നതായാണ്. അതായത് മറ്റ് നിയമപരമായി തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. നിരന്തരമായി തന്നെ മാനസിക ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിരുന്നതായും ഈ വേടർ സമാജം ആരോപിക്കുന്നുണ്ട്. ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ആൺസുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് കിടപ്പുമുറിക്കുള്ളിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് വീട്ടുകാരൊക്കെ ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം തന്നെ ഈ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് നിഹാസ് എന്ന് പറയുന്ന വ്യക്തി. ഈ നിഹാസിനും കുടുംബത്തിനുമെതിരെ കേസെടുക്കണമെന്നാണ് വേടർ സമാജം ആവശ്യപ്പെടുന്നത്. ഈ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം RDOയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത്. ഈ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ആരോപണം ഉയരുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും വേടർ സമാജം ആവശ്യപ്പെടുന്നുണ്ട്. 21-കാരിയാണ് ഈ കാരാളിക്കുണത്ത് മരിച്ച അഞ്ജന സതീഷ്. അഞ്ജന സതീഷിന് ഒരു സഹോദരനുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ FIR-നും വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആൺസുഹൃത്തിന്റെ വീട്ടിലാണ് നിന്നത് എന്നുള്ളത്. എന്നാൽ FIR-ൽ പറഞ്ഞിരിക്കുന്നത് ശരി. എന്തായാലും ആ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.